40 മണ്ഡലങ്ങളിൽ രാഹുലിന്റെ സഹായം കൂടിയേ തീരൂ. മമത രാഹുലിന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നിൽ മഹുവ മൊയ്ത്രയാണ്. എത്രയോ തവണ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുപോലെ അത്ര ഈസി ആയിട്ട് ബംഗാളിൽ മമതയ്ക്ക് ഇക്കുറി വിജയിക്കാനാവില്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മമതാ ബാനർജിക്ക് കോൺഗ്രസിന്റെ സഹായം തേടിയേ പറ്റുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ദിവസം BJP നേതാവ് മമതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഡൽഹി പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തതാ മമത നിങ്ങളാണ്, നിങ്ങളെ ചവിട്ടി പുറത്താക്കലാണ്. അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കിയതുപോലെ ഇനി ബംഗാളിലും BJP മമതയെ കൂടെ പുറത്താക്കി അതുകൂടെ പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. കരുത്തുകൂടിയ BJP നേതാവിന്റെ ഈ പറച്ചിലിന് പിന്നാലെയാണ് മമത രാഹുലിനെ വിളിക്കുന്നത്. കാരണം ഡൽഹിയിൽ കോൺഗ്രസിനെ പുറത്തു നിർത്തി അഖിലേഷ് യാദവും മമതയും ഒന്നു ചേർന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഒപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 8 നിലയിൽ AAP പൊട്ടിപ്പോയി. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദി എന്ന ഘടാഘടിയന്മാർ തോറ്റടിഞ്ഞ കാഴ്ചയും ഇതേ മമത ഡൽഹിയിൽ കണ്ടു. എന്നാൽ AAP തോറ്റടിഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP നേടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ് അവിടങ്ങളിലൊക്കെ തന്നെ നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള 14 മണ്ഡലങ്ങളുടെ കണക്കുകളും കോൺഗ്രസ് പുറത്തുവിടുമ്പോൾ കോൺഗ്രസിന്റെ പരാജയം എന്നതിനപ്പുറത്ത് ഡൽഹിയിൽ AAPയെ പുറത്തു നിർത്താൻ സാധിച്ചു എന്നത് വലിയ വിജയമാണ് കോൺഗ്രസിന്. 4% നിന്നും കോൺഗ്രസ് ഇത്തവണ 7% വോട്ട് പിടിച്ചതും പരാജയത്തിനപ്പുറത്തെ വിജയമാണ്. ഇതെല്ലാം മുന്നിൽ കാണുന്ന മമത താൻ ചവിട്ടി പുറത്താക്കാൻ ശ്രമിച്ച രാഹുലിൽ തന്നെ അഭയം തേടുകയാണ് ഇപ്പോൾ. അതിന് പ്രധാന കാരണം 40 സീറ്റുകളിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് മമത കയറി കൂടിയത്. അതുമാത്രമല്ല, UPയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൈകൊടുത്ത് മത്സരിച്ചതുകൊണ്ട് അഖിലേഷ് യാദവ് പോക്കറ്റിലാക്കിയത് 39 സീറ്റുകളായിരുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട്. എന്നാൽ പിന്നീട് കോൺഗ്രസോ, എന്തിനാണ് കോൺഗ്രസ് എന്ന മട്ടിലായിരുന്നു അഖിലേഷ് യാദവിന്റെ നീക്കം. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് മത്സരിക്കാൻ പോലും ഒരു സീറ്റ് നൽകാതെ അഖിലേഷ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ചത് പിന്നീട് നടന്ന 10 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 6 സീറ്റിന് മുകളിൽ BJP നേടുകയാണ് ഉണ്ടായത്. അതിൽ അവസാനം നടന്ന വിൽക്കിപൂർ എന്ന മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് പോയി കിട്ടിയത്. ഈ കാര്യം അഖിലേഷ് മമതയുമായി പങ്കുവെച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് മമത കടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിനൊപ്പം കൂടാൻ മടിച്ചിട്ട് ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുത്ത മമത പാർലമെന്റിൽ കോൺഗ്രസിനെതിരെ ശബ്ദമുയർത്തുന്ന കാഴ്ചയും കണ്ടു. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടായിരുന്നു അഖിലേഷിന് അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ചേർന്നത്. എന്നാൽ ഇനി അത് നടക്കില്ല. BJP ഏത് നിമിഷവും ഏത് വിധേനയും തൂത്തെറിയുമെന്ന് ഡൽഹിയിൽ നിന്ന് പാഠം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മമതാ ബാനർജി രാഹുലിന് മുമ്പിലേക്ക് എത്തുന്നത്.